ഈ എല്ലാവരും ഇപ്പൊ ഈ ട്രേഡിങ്ങിന്റെ പിറകെയാണ് പോകുന്നത്. ഇത് +2 കഴിഞ്ഞിട്ടുള്ള പിള്ളേര് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ട്രേഡിങ് ചെയ്യണം. പൈസക്കാരനാണെങ്കിൽ ട്രേഡിങ് ചെയ്തേ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അതിൽ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതിലുപരി അത് കുറെ ഫേക്ക് ട്രേഡിംഗ് കമ്പനീസ് ഇപ്പോഴും മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പൈസ ഇല്ലാത്ത പിള്ളേരെ അവര് ഒരു ബ്രെയിൻ വാഷിംഗ് ചെയ്തിട്ട് ഈ ഒരു ട്രാപ്പിലോട്ട് കൊണ്ടുവരുന്നു. എല്ലാം അല്ല, ഇന്ത്യയിൽ നല്ല 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 ട്രേഡിംഗ് അക്കാഡമികളുണ്ട്. അവരെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് ഇവർ ബാക്കിൽ നിന്ന് കളിക്കുന്നു. അതായത് ഇപ്പൊ ഒരു നോർമലി നല്ലൊരു ട്രേഡിംഗ് അക്കാഡമിക് ആണെങ്കിൽ ഒരു ഏകദേശം 1 lakh എബോ കോഴ്സ് ഫീസ് വരുന്നു. അപ്പൊ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ ഇത്തി കൂടെ താഴോട്ടുള്ള അതിലോട്ട് പോകുമ്പോഴാണ് ഈ മൊത്തത്തിലുള്ള പരിപാടികൾ അവിടെ നടക്കുന്നത്. എന്തായാലും നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലേ, എല്ലാത്തിനും ഒരു ചീപ്പ് കോപ്പി എന്ന് പറയുന്ന സാധനമല്ലേ ഒരു കാണും. അത് കൂടുതലും ക്വാളിറ്റി കുറവായിരിക്കും അല്ലേ, അതിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ഈ കാര്യത്തിലുള്ളത്. പിന്നെ ഇതിന്റെ കൂടെ ഇവര് തന്നെ ഈ ചില ഫേക്ക് ട്രേഡിംഗ് ഉണ്ടല്ലോ, ഫേക്ക് ട്രേഡേഴ്സ് വന്നിട്ട് ചില റീൽസ് അടിച്ചിറക്കും. അത് നീ കണ്ടിട്ടുണ്ടായിരിക്കും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിൽ അവർ ഒരു വിലയും കൽപ്പിക്കില്ല. എഡ്യൂക്കേഷൻ ചെയ്തിട്ട് കാര്യമില്ല, പൈസയിലാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് റീല് ചുമ്മാ അടിച്ചിറങ്ങും. അതിപ്പോ എല്ലായിടത്തും കാണുന്ന ഒരു സംഗതിയല്ലേ, നമുക്ക് ഇൻസ്റ്റ തുറന്ന ആൽഗോരിതം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇതുവഴി പിള്ളേരെ ഇത് ചെയ്യാന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, പഠിച്ചിട്ടൊന്നും കാര്യമില്ലെന്നാണ് പിള്ളേർ പറയുന്നത്. ഈവൻ ഒരു ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ള ഇന്ത്യയിൽ ഇപ്പോഴത്തെ ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്. ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഒരു വിലയുണ്ട്. ഈ ചിലവർ വന്നിട്ട് ഡിഗ്രി എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയും. അല്ലടാ, ഈ ട്രേഡിംഗ് ട്രേഡിംഗ് അക്കാഡമിയിലുള്ള ചിലവര് എല്ലാവരും അല്ല, ചിലവര് എഡ്യൂക്കേഷൻ ഒരു വിലയും കൊടുക്കൂല. പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് 1.2 എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഇല്ലെന്ന് ഒന്ന് പറയും. മനസ്സിലായില്ല, അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് ഈ ഒരു സെയിം ഡയലോഗിലൂടെ പിള്ളേരെ അവര് ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവത്തിലൂടെ ഈ ഒന്നും അറിഞ്ഞുകൂടാതെ ട്രേഡിങ് ചെയ്യണവന്മാരും ഉണ്ട്. മനസ്സിലായില്ല. അപ്പോ ഒരു കാര്യം പഠിച്ചിട്ട് ചെയ്യണം. ഇപ്പൊ ട്രേഡിങ് പഠിക്കണ്ട എന്ന് ഞാൻ പറയാനില്ല, ട്രേഡിങ് പഠിക്കണം. ഒരു അറിവും ചെറുതല്ലെന്ന് ഞാൻ പറയുള്ളൂ. ട്രേഡിങ് പഠിച്ചിട്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു എക്സ്പേർട്ട് ആയാലും അത്യാവശ്യം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉള്ളവരെല്ലാരും ട്രേഡിങ് കൊണ്ട് ലൈഫ് സെറ്റിൽ ആവണമെന്നും പറഞ്ഞിറങ്ങും. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നു ട്രേഡിങ്. അത് ലക്ഷ്യം വെച്ച് ഇറങ്ങിയ ഓക്കെയാണ്. ആക്റ്റീവായിട്ട് ഇൻകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിലുള്ളത്. ഞാൻ എപ്പോഴും വിചാരിച്ചത്, എന്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ, നമ്മൾ എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി എപ്പോഴും സെറ്റാക്കി വെച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓണസ്റ്റ്ലി പറയും, നമ്മൾ ഈ ബിസിനസ്സും ഇതുമൊക്കെ എന്താ പറയാ, ഈ ട്രേഡിംഗ് ആയാലും ഒക്കെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അതിനൊരു ഒരു അടിസ്ഥാനം ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോസ് ഒരു വീഴ്ച വീണാലും നമുക്ക് എണീറ്റ് പോകാൻ പറ്റും. പക്ഷെ അല്ല ഡയറക്ട്ലി നമ്മൾ അതിൽ ഇൻവോൾവ് ആവുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റൂല. ചില ട്രേഡേഴ്സ് വന്നിട്ട് ഡിഗ്രിക്ക് വിലയില്ലെന്ന് പറയും. ഈ ഡിഗ്രിക്ക് എന്തുകൊണ്ടാണ് വിലയില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ LLB എന്ന് പറയുന്ന ഡിഗ്രിയാണ്. ഈ വീടിന്റെ പ്ലാൻ സ്കെച്ച് വരച്ചു കൊടുക്കുന്ന ഒരു ഡിഗ്രിയാണ് എഞ്ചിനീയറിംഗ്. അത് മാത്രം MBBS ഒരു ഡിഗ്രിയാണ്. ഇതെല്ലാം ഡിഗ്രിയാണ്. അപ്പൊ ഇതിനൊന്നും ഒരു വിലയില്ലെന്ന് ഓരോരുത്തരെന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള ടോട്ടലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇല്ല, ഡിഗ്രിക്ക് വിലയൊക്കെ ഉണ്ട്. അത് ഇന്നത്തെ കാലത്ത് ട്രെൻഡാണ് ഇങ്ങനെ പറഞ്ഞു കിടക്കുന്ന ഡിഗ്രിക്ക് വിലയില്ല, അതാണ് ഇതാന്നൊക്കെ. പക്ഷെ ഡിഗ്രിക്ക് അതിൻ്റെതായ വിലയുണ്ട്. ഡിഗ്രി തന്നെയാണ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ അല്ലേ, പിന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും സപ്ലികൾ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക. അതുള്ളവരാണ് ഡിഗ്രിക്ക് വിലയില്ലെന്ന് പറഞ്ഞോടാ. എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾ ഒരു സ്ഥലത്ത് പോയാൽ, എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളെ സ്ഥലത്ത് പോയാൽ ഫസ്റ്റ് പ്രയോറിറ്റി എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾക്കാണ്. കാരണം അപ്പുറത്തേക്കുന്ന ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ പറയാന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യം അവന് മനസ്സിലാക്കണമെങ്കിലും ആ ഒരു ക്വാളിഫിക്കേഷൻ വേണം. അങ്ങനെയാണ് ഇപ്പൊ ഒരുപാട് പേര് ഈ ട്രേഡിംഗ് എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് പല കുഴിയിലും വീണിട്ടുണ്ട്. അത് ട്രേഡിംഗ് പോലെ തന്നെയാണ് വേറെ പല ഇത്. നമുക്ക് തന്നെ 1-2 പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് ഫേക്ക് ട്രേഡിംഗ് ആപ്പാണ്. പണ്ട് ഒരു യൂട്യൂബർ ബിനാമോ എന്നും പറഞ്ഞൊരു ട്രേഡിംഗ് ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൽ ഒരു പരസ്യം വരുന്നുണ്ട്, ഓളിം ട്രേഡ് എന്നും പറഞ്ഞത്. ഇതെല്ലാം ഫേക്ക് ട്രേഡിംഗ് ആപ്പാണ്. ഇതൊന്നും ആരും മനസ്സിലാക്കിയത് ട്രേഡിംഗ് ചെയ്ത മറ്റേ BMW ബെൻസ് എല്ലാം ഇറക്കാന്നും പറഞ്ഞു ചിലപ്പോ ഉള്ള സമാധാനവും കൂടെ പോകും. സത്യം ട്രേഡിംഗ് ചെയ്യണ്ടെന്ന് പറയാൻ ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ. പക്ഷെ നീ പറഞ്ഞ പോലെ ഒരു ബേസിക് അടിസ്ഥാനം എന്തെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് വേണം. എന്നാലേ ഒരു ജോലിയിലൂടെ ആണെങ്കിൽ ഒരു പാസീവായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും. ഒരു പ്രത്യേകിച്ച് എനിക്ക് തോന്നി ഒരു ഗവൺമെന്റ് ജോലി എങ്ങനെയും ഒപ്പിച്ചെടുത്താം. മെനക്കേടാനില്ലെന്നല്ല, ഒപ്പിച്ചെടുക്കാന്ന് പറഞ്ഞ
ഒപ്പിച്ചെടുത്താ പിന്നെ നമുക്ക് എന്താ പറയാ ധൈര്യമായിട്ടൊന്ന് സൈഡിൽ കൂടെ അങ്ങ് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിന്റെ റെഗുലേഷൻസ് ഉണ്ടെന്ന് അറിയാം, റൂൾസ് ഉണ്ട്. നമുക്ക് ഗവൺമെന്റ് ജോലി എടുത്താൽ പിന്നെ മറ്റൊരു പരിപാടിയിലേക്ക് പൊയ്ക്കൂടാ, അതാണ് അതിന്റെ ഒരു റൂള്. അതങ്ങനെയൊക്കെയാണ്. എന്തായിരുന്നാലും നിങ്ങളിപ്പോ +2 കഴിഞ്ഞ് എല്ലാരും കോളേജ് അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന കാര്യങ്ങളാണ്. എല്ലാരും നിങ്ങൾ വന്നിട്ട് ഡിഗ്രിക്ക് വരില്ലെന്ന് പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ പോയി എടുത്തു. വല്ലവരും പറയണ കേട്ടിട്ട് പല കോഴ്സിലും ചെന്ന് ചാടരുത്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ കരിയർ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അതാരും മനസ്സിലാക്കല്. ഓരോരുത്തര് ഇപ്പൊ കോൾ സെന്ററിൽ നിന്ന് വിളിക്കും, നിങ്ങൾക്ക് ഈ കോഴ്സ് ജോലി താല്പര്യമുണ്ടോ, എങ്കിൽ പ്ലേസ്മെന്റ് ഞങ്ങൾ തരാം. എല്ലാ തവണയും ഒന്നില്ല 10ാം ക്ലാസ് കഴിയുമ്പോ, അതിനുശേഷം +2 കഴിയുമ്പോ, ഡിഗ്രി, പിന്നെ ഡിഗ്രി കഴിയുമ്പോ വെളിയോടെ വെളിയായിരിക്കും. നമ്മളെന്തോ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പോലെയാണ്. നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നത്. ഒരു സാധാ ബികോം പഠിച്ച ഒരു പയ്യനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് IT ഫീൽഡിലോട്ട് ട്രെയിനിങ് തരുന്നുണ്ട്, പ്ലേസ്മെന്റും തരുന്നുണ്ട്. ഒരു ബികോം പഠിച്ച അങ്ങനെയാണ് IT ഫീൽഡിലോട്ട് പോണത്. കണ്ടുപിടിക്കുകയായിരിക്കും. പ്ലേസ്മെന്റ് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഓൾറെഡി പോകും. എനിക്ക് ഇവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാല്, ഇപ്പം കോളേജ് കഴിഞ്ഞ് എല്ലാവരും ഉത്തരവാദിത്വത്തോടെ ഒരു ജോലി അന്വേഷിച്ച് പോവുകയാണ്. ഏതെങ്കിലും ഒരു ജോലി കിട്ടി അത്ര നല്ലതെന്നും പറഞ്ഞാണ് ഞാൻ പറയണത്. നിങ്ങൾ അതിൻ്റെ കൂടെ ജോലി ചെയ്തോ, പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എവിടെ നഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പാഷൻ എന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത ഒരു കാര്യമാണ് നഷ്ടപ്പെട്ടു പോയാൽ അത് കണ്ടുപിടിച്ച് ജസ്റ്റ് അതിലൊരു 30% എഫേർട്ട് കൊടുത്താൽ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ അതിലോട്ട് പോകാൻ. നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരിക്കലും നമ്മൾ എന്താ പാഷന് പിന്നാലെ പോകാൻ ഒരിക്കലും പറ്റാറില്ല. അത് നടക്കില്ല. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ സൊസൈറ്റി രീതി എന്നൊക്കെ പറയുന്നത്. അപ്പോഴേ ആ ഒരു പാഷനല്ലേ ഒന്ന് പൊടി തട്ടി കുറച്ച് പുഷെങ്കിലും ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ റിസൾട്ട് അവിടെ കാണാൻ പറ്റും. എങ്കിൽ നിങ്ങൾക്കും അതൊരു സന്തോഷം. കാരണം നിങ്ങൾ ജോലി ചെയ്തു അതിൻ്റെ കൂടെ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് നിങ്ങളുടെ പാഷനും കൂടെ ഇഷ്ടപ്പെട്ടൊന്ന് തള്ളി നീക്കിയാല് നിങ്ങളുടെ അവിടെ ഹാപ്പിയാണ്. ഇപ്പോ ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിഗ്രി എടുത്ത് ചൂസ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ കണ്ട കൊച്ചിയും ആലപ്പുഴയും കോട്ടയം എന്നും പറഞ്ഞ് ഓരോ കോഴ്സ് എടുത്ത് അവിടെ ചെന്ന് നരകിച്ച് കിടക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ അവിടെ പോവുക. പ്ലേസ്മെന്റ് ഉണ്ടെന്നും പറഞ്ഞ് ചാടി കയറരുത്. കോൾ സെന്ററിൽ നിന്ന് വിളിക്കുമ്പോഴും നിങ്ങൾ ആരാ എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. ഇതിന്റെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോന്ന് അന്വേഷിക്കുക. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിച്ചിട്ട് നമ്മൾ അവിടെ പ്ലേസ്മെന്റ് തരാം ഇവിടെ പ്ലേസ്മെന്റ് തരാം എന്ന് പറഞ്ഞ് ഓരോരുത്തർ വിളിക്കും. അവർക്ക് വേണ്ടത് ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിലുള്ള പൈസ. അത് കോഴ്സ് ഫീസായിട്ട് അവരങ്ങ് എടുത്തോളൂ. സോ നോക്കിയും കണ്ടും ഓരോ കോഴ്സിന് ചെന്ന് ചേരുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു പഠിക്കുക. സോ അടുത്ത വീഡിയോ കാണുന്നത്.